ഇന്ത്യൻ കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ എത്രത്തോളം അപകടകാരികളായിട്ടുള്ള ഒരു ടീമാണെന്ന് മറ്റുള്ള എല്ലാ രാജ്യക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇംഗ്ലണ്ടും ഇതിനു മുമ്പ് നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലണ്ട് ആയാലും ഓസ്ട്രേലിയൻ ടീം ആയാലും ആഷസ് പരമ്പരയേക്കാൾ എന്താ പറയുന്നത് ഭയങ്കരമായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര പാടായിട്ട് തോന്നുന്നത് ഇന്ത്യക്കെതിരെ കളിക്കുന്ന ഒരു പരമ്പരയായിരിക്കും എന്നുള്ളത് ഇവർ രണ്ട് ടീമും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യയെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ ഇംഗ്ലണ്ട് ഇത്തവണ വന്നപ്പോൾ അവർക്കൊരു വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം അവര് ബേസ്ബോളിന്റെ ആ ഒരു അപ്രോച്ച് ആരംഭിച്ചതിന് ശേഷമുള്ള ഒറ്റ പരമ്പര പോലും അവർ തോറ്റിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ഇന്ത്യ എത്രത്തോളം അപകടകാരികളാണോ അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസുമായിട്ടാണ് ഇംഗ്ലണ്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് എത്തുന്നത്. അത് ഈ സ്റ്റോക്സിന്റെ ലാംഗ്വേജിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ സംഭാഷണത്തിൽ നമുക്ക് അത് കാണാൻ കഴിയും. മറ്റുള്ള എല്ലാവരുടെയും ബോഡി ലാംഗ്വേജുകളിലും എല്ലാം നമുക്കത് കാണാൻ കഴിയും. ഇത്തവണ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ പരമ്പര നേടും എന്നുള്ള കോൺഫിഡൻസ് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ അക്ഷരം പ്രതി ശരിയാകുന്നു, അല്ലെങ്കിൽ ഇവരുടെ ബേസ്ബോൾ അപ്രോച്ച് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അടുത്തൊരു പരമ്പര തോൽവി, കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു പരമ്പര തോൽവി സമ്മാനിക്കും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. ഫസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു ഇല്ലേ? അതോടായപ്പോൾ തന്നെ ഓക്കെ, ഏകദേശം തീരുമാനമായി, ഇംഗ്ലണ്ട് ശരിയാണ്, ഇന്ത്യയുടെ എടുക്കയിലും അവരുടെ ബേസ്ബോൾ അപ്രോച്ച് കാര്യങ്ങളൊക്കെ ഫലം കണ്ടു തുടങ്ങി, അപ്പം ഇന്ത്യക്ക് ഇനി രക്ഷയില്ല എന്ന് പലരും ചിന്തിച്ചു. പക്ഷേ തുടർന്നുള്ള 3 മത്സരങ്ങളും ജയിച്ചുകൊണ്ട് രോഹിത് ശർമ്മയും പിള്ളേരും കയറി അങ്ങ് മേഞ്ഞു കളഞ്ഞു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയുടെ അടുത്ത് അവരുടെ എന്ത് വലിയ ട്രിക്കുകളും എന്ത് വലിയ താരങ്ങളും എന്ത് ബേസ്ബോൾ ആണെങ്കിലും എന്ത് അപ്രോച്ചസ് ആണെങ്കിലും എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും എന്ത് കൊണ്ടുവന്നാലും ഇന്ത്യയുടെ അടുത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് രോഹിത് ശർമ്മ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒന്നുകൂടെ രോഹിത് ശർമ്മ മനസ്സിലാക്കി, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചോ, അത് എട്ടായിട്ട് മടക്കി അങ്ങ് വെച്ചോ എന്നുള്ള രീതിയിലാണ് രോഹിത് ശർമ്മ പിള്ളേർ അത് കാണിച്ചു കൊടുത്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം കുറേ പേരുടെ ആബ്സെൻസ്, അതായത് വിരാട് കോഹ്ലി ഇല്ല, ശ്രേയസ് അയ്യർ ഇല്ല, KL രാഹുൽ ഇല്ല, മുഹമ്മദ് ഷമി ഇല്ല, ഋഷഭ് പന്ത് ഇല്ല, അങ്ങനെ കുറേ പേരുടെ ആബ്സെൻസ് ഉണ്ട് അല്ലേ? കുറേ നല്ല, ഇപ്പം ഈ 3ാമത്തെ മത്സരമാണെങ്കിൽ പോലും ജസ്പ്രീത് ബുംറയും ഇറങ്ങിയിട്ടില്ല. എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ബുംറ പോലും ഇല്ലായിരുന്നു. അപ്പം വളരെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീം, അല്ലെങ്കിൽ വളരെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്താ പറയുന്നത് ഒരു മിഡിൽ ഓർഡർ ആണെങ്കിലും ബാറ്റിംഗ് ഓർഡർ ആണെങ്കിലും ബോളിംഗ് ഇതാണെങ്കിലും എല്ലാം ഇൻഎക്സ്പീരിയൻസ്ഡാണ് എല്ലാ ആൾക്കാരും. ആകെ പറയാനുള്ളത് നമ്മുടെ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഗില്ല്, ജഡേജ, അശ്വിൻ, ഇങ്ങനെയുള്ള കുറേ പേര് മാത്രമാണ്, വളരെ ചുരുക്കം ചിലർ മാത്രമാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയാൻ. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും നമ്മൾ 3 മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് അവരുടെ ബേസ്ബോൾ എറ എന്നുള്ളൊരു സംഭവം അവിടെ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ മേലുള്ള അവരുടെ കോൺഫിഡൻസിനെ അവസാനിപ്പിച്ചു. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഈ ജയത്തിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി തന്നെയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നൊരു കാര്യം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇതിനകത്ത് നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ KS ഭരത്തിനെ മാറ്റിയിട്ട് അവിടെ ധ്രുവ് ജൂറലിനെ പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം, ഞാൻ പറയുന്നു അതിൻ്റെ വിലയാണ് 3ാമത്തെ ഈ വിജയം, അല്ലെങ്കിൽ ഈ പരമ്പരയിലെ 4ാമത്തെ മത്സരം നമ്മൾ ജയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം KS ഭരത് ഇല്ലാതെ അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ധ്രുവ് ജൂറൽ വന്നത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, ധ്രുവ് ജൂറലിൻ്റെ പ്രകടനം, പ്രത്യേകിച്ചും നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ 200 താഴെ പോകും, അല്ലെങ്കിൽ കൂടിപ്പോയി 250, അതിനപ്പുറം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ അവൻ്റെ തുടക്കക്കാരനാണെന്നുള്ളൊരു ഇതില്ലാണ്ട് അവൻ സ്പിന്നേഴ്സിനെ കൈകാര്യം ചെയ്യുന്നതാണെങ്കിലും പേസ് ബോളേഴ്സിനെ കൈകാര്യം ചെയ്യുന്നതാണെങ്കിലും അതൊന്ന് ഓർത്തോണം. എക്സ്പീരിയൻസ് ബേസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൻഡേഴ്സൻ്റെയൊക്കെ ഒരു പൊടിക്കില്ല, അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ആളാണ് ആൻഡേഴ്സൺ എന്നുള്ളത്. അവരുടെ പേസ് ബോളർ അവരൊക്കെ നേരിടുക എന്നുള്ളത്, അവരുടെ സ്പിന്നേഴ്സാണ് പിന്നെയും എന്താ പറയുന്നത് കുറച്ച് കളികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ പറയാം. പക്ഷേ ആൻഡേഴ്സനൊക്കെ എതിരെയൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത്രത്തോളം മെച്ചൂർഡായിട്ട് അവൻ ആ ഇന്ത്യൻ ടീമിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. KS ഭരത് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രകടനം അവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പം ആ ഒരു തീരുമാനം ഏറ്റവും ഫലം കണ്ടൊരു മത്സരം തന്നെയായിരുന്നു ഇത്.
അതുപോലെ തന്നെ ഇനിയും നമ്മുടെ പട്ടീദാർ മാത്രമാണ് തൻ്റെ ഒരു പ്രതിഭയ്ക്കത്തുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാതെ നിരാശനായിട്ട് പോയിട്ടുള്ളത്. എന്തായാലും ഇനിയും അദ്ദേഹത്തെ തന്നെ പിന്താങ്ങുമോ അതോ ഇനി അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യുമോ എന്ന് അറിയില്ല. അതെന്തായാലും നമുക്ക് കണ്ടറിയണം. എന്തായാലും ഇംഗ്ലണ്ടിന്റെ അഹങ്കാരത്തിന് മണ്ടയ്ക്കുള്ളൊരു അടി തന്നെയാണ്. ഇനി ഇംഗ്ലണ്ട് ഒരിക്കലും ബേസ്ബോൾ അപ്രോച്ച് എന്നുള്ള രീതിയിൽ വലിയ ഇത് പറഞ്ഞ് നടക്കില്ല എന്നുള്ളതാണ്. അവർ ആ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പക്ഷേ ആ അപ്രോച്ച് കൊണ്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇന്നേക്കാണ് ഞങ്ങൾ അതുകൊണ്ട് ജയിക്കും മറിക്കും എന്നുള്ള ആ ഒരു പറച്ചിലുകളുണ്ടല്ലോ, അതൊക്കെ ഇനി എന്തായാലും പെയ്യുമെന്ന് ഒതുങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതൊക്കെ ഒതുക്കാനായിട്ടുള്ളൊരു മരുന്ന് രോഹിത് ശർമ്മയും പിള്ളേരും കൊടുത്തിട്ടുണ്ട്. എന്തായാലും വിരാട് കോഹ്ലിയൊക്കെയും ഭയങ്കര ഇംപ്രസ്ഡ് ആണ് പിള്ളേരുടെ എന്താ പറയുന്നത് പ്രകടനത്തിൽ. അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച് അല്ലെങ്കിൽ എക്സിൽ കുറച്ച വാക്കുകൾ നമുക്ക് നോക്കാം. അതെ, നമ്മുടെ യുവ ടീം അസാധാരണ പരമ്പര വിജയം നേടിയിരിക്കുകയാണ്. അവർ ധീരതയും നിശ്ചയദാർഢ്യവും സഹിഷ്ണുതയും കാണിച്ചിരിക്കുന്നു. ഇതാണ് വിരാട് കോഹ്ലി പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം തൻ്റെ ഒരു കുറവ് അവിടെ എല്ലാവർക്കും അറിയാം അല്ലേ, അദ്ദേഹത്തിന് ഉൾപ്പെടെ അറിയാം, രോഹിത് ശർമ്മയ്ക്ക് അറിയാം, ഫാൻസ് ആരാധകർക്കെല്ലാം അറിയാം, എതിർ ടീമിനും അറിയാം വിരാട് കോഹ്ലി ഇല്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണെന്നുള്ള കാര്യം. പക്ഷേ അതൊക്കെയും മറികടന്നുകൊണ്ടുള്ളൊരു പ്രകടനമാണ് യുവനിര കാഴ്ചവെച്ചത്. അവരിൽ കൊടുത്ത പ്രതീക്ഷ, ക്യാപ്റ്റൻ അവരുടെ മേൽ കൊടുത്ത പ്രതീക്ഷ, കോച്ച് അവരുടെ മേൽ കൊടുത്ത പ്രതീക്ഷ, അവരുടെ എന്താ പറയുന്നത് കുടുംബങ്ങൾ അവരുടെ മേൽ കൊടുത്ത പ്രതീക്ഷ, നമ്മൾ ഇന്ത്യൻ ആരാധകർ അവരുടെ മേൽ കൊടുത്ത പ്രതീക്ഷ എല്ലാം അവർ എന്താ പറയുന്നത് അതിനെ ആ ഒരു റെസ്പെക്റ്റോടുകൂടി കണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെയും കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു മികച്ച പ്രകടനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും എടുത്തു പറയേണ്ടവരാണ്, പ്രത്യേകിച്ച് യുവനിര ആൾക്കാർ, അത് ബോളേഴ്സിലായാലും ബാറ്റിങ്ങിനാണേലും എല്ലാവരും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. എന്തായാലും 5ാമത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് നല്ലൊരു തിരിച്ചുവരവ് നടത്താനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പ് തന്നെയാണ്. 4-1 3-2 ഈ പരമ്പര അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കിക്കാണാം. എന്തായാലും പരമ്പര കിട്ടി, അത് വലിയ സന്തോഷം. എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും.